PM ശ്രീ ഉൾപ്പെടെ ഒട്ടുമിക്ക കാര്യങ്ങളിലും UDF-നകത്ത് ഘടകകക്ഷികൾക്ക് തന്നെ ചില വിയോജിപ്പുകളുണ്ട്. അത് തുറന്നു പറയാനുള്ള തയ്യാറെടുപ്പിലാണ് പാർട്ടികൾ, പ്രത്യേകിച്ചും ലീഗിനകത്ത് തന്നെ. PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ മന്ത്രിമാരുടെ ഉപസമിതിക്ക് രൂപം നൽകിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഒരു ഏകീകൃതമായ സ്വഭാവം ഇല്ല എന്നാണ് ഘടകകക്ഷികളിൽ ചിലരുടെയൊക്കെ ആരോപണം. പ്രത്യേകിച്ചും PM ശ്രീ വേണ്ട എന്ന നിലപാട് ലീഗ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. എന്നിട്ടും വീണ്ടും പിന്മാറാൻ കഴിയില്ല എന്ന് പറയുകയും അതുമായി ബന്ധപ്പെട്ട് ഒരു ഉപസമിതിക്ക് രൂപം നൽകുകയുമൊക്കെ ചെയ്തിരിക്കുന്നു. പക്ഷേ ഉപസമിതിയുടെ തീരുമാനങ്ങൾ വൈകുന്നതിലാണ് ഇപ്പോൾ പല ഘടകകക്ഷികൾക്കും വിയോജിപ്പുള്ളത്. ഇവിടെ മാത്രമല്ല, പല പദ്ധതികളും നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു ഏകീകൃത സ്വഭാവം മന്ത്രിസഭയിൽ ഇല്ല എന്നുള്ള പരാതിയും ചില ഘടകകക്ഷി നേതാക്കന്മാർക്കുണ്ട്. ഇതൊക്കെ വരുന്ന UDF യോഗത്തിൽ തുറന്നു പറയാനുള്ള തയ്യാറെടുപ്പിലാണ് നേതാക്കന്മാർ. നേരത്തെ തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മന്ത്രിസഭ അധികാരം ഏറ്റ് 2 മാസമായിട്ടും ഇതുവരെയായിട്ടും ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിലേക്ക് ചെയർമാൻമാരെയോ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ മാറ്റി നിയമിക്കുന്ന കാര്യത്തിലോ ഒരു അന്തിമ തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പല ഘടകകക്ഷികളുടെയും ഏറ്റവും വലിയ പരാതി. ആ പരാതി പരിഹരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വമാണ് മുൻകൈ എടുക്കേണ്ടത്. കോൺഗ്രസ് നേതൃത്വമാകട്ടെ ഇപ്പോൾ ഒരു നാഥനില്ലാ കളരി പോലെ മുന്നോട്ട് പോവുകയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മത്സരിച്ച് വിജയിച്ച് മന്ത്രിയായതോടെ അദ്ദേഹത്തിന് KPCC കാര്യങ്ങളിൽ ഇപ്പോൾ മുൻഗണന നൽകാൻ കഴിയുന്നില്ല. ഇപ്പോൾ വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ UDF-നകത്ത് വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കും എന്നുള്ളത് ഉറപ്പാണ്. PM ശ്രീയിൽ മാത്രമല്ല, പിന്നീടുമുണ്ട് പ്രശ്നങ്ങൾ. സമീപകാലങ്ങളിൽ പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി പറയുന്നതിന് വേണ്ടി നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. എല്ലാത്തിനും മറുപടി പറയുന്നത് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടങ്ങുന്ന സംഘം മാത്രമാണ്. കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നും കൃത്യമായി മറുപടി നൽകുന്നതിന് വേണ്ടി ആരും തന്നെ മുതിരുന്നില്ല എന്നുള്ള പരാതിയാണ് കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ നാൾക്കുനാൾ പ്രതിപക്ഷ ആരോപണങ്ങൾ ഓരോ കാര്യത്തിലും ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചില പ്രതിഷേധങ്ങൾ, അത് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് ആറന്മുളയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പോയ ഓഫ് റോഡ് ജീപ്പുകൾക്ക് പിഴ അടപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന പരാതികൾ, ആ പരാതി കൃത്യമായി പരിഹരിക്കുന്ന കാര്യത്തിൽ എവിടെയൊക്കെയോ വീഴ്ച സംഭവിച്ചു എന്നാണ് നേതാക്കന്മാർ പറയുന്നത്. നടപടി എടുക്കുന്നതിന് മുമ്പ് ആലോചിച്ചില്ല, പെട്ടെന്ന് 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ആ ഉദ്യോഗസ്ഥർക്ക് പിന്തുണയുമായി അതേ വകുപ്പിലെ ഉദ്യോഗസ്ഥർ യൂണിഫോമിന് മുകളിൽ പ്രതിഷേധ ബാഡ്ജുകൾ ധരിച്ചുകൊണ്ട് രംഗത്തെത്തി. ഇത് തന്നെ ഒരു ഡ്രസ് കോഡിന് എതിരാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള സമരത്തിന് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സമരങ്ങൾക്കൊക്കെ തന്നെ പിന്തുണ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതൊക്കെ തന്നെ മുളയിലെ നുള്ളുന്നതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാരുടെ പരാതി. ഇങ്ങനെ ഘടകകക്ഷികൾക്കുള്ളിൽ കോൺഗ്രസിനും ലീഗിനും ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പരാതികൾ ഒരുപാടുണ്ട്. ഇത് എന്ന് തുറന്നു പറയണം എന്നാണ് ഇപ്പോൾ അവർ ആലോചിക്കുന്നത്. UDF യോഗം ഉടൻ ഉണ്ടാവുകയാണെങ്കിൽ അന്ന് ഇതെല്ലാം തുറന്നു പറയാൻ തയ്യാറെടുക്കുകയാണ് ഘടകകക്ഷി നേതാക്കൾ. അതേസമയം കോൺഗ്രസ്സുകാർക്ക് പറയാനുള്ള പരാതികൾ, അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻമാരിലായിരുന്നു. ആ നിയമനം വൈകിക്കൊണ്ടേ ഇരിക്കുന്നു. ആ പ്രശ്നം പരിഹരിക്കുന്നതേ ഇല്ല. ഇതാണ് അവരുടെ പരാതി. കാരണം പലരും പല മണ്ഡലങ്ങളിലും മത്സരിച്ച് വിജയിച്ച് MLA ആകാം എന്നുള്ള മോഹവുമായി കഴിഞ്ഞവരായിരുന്നു. പക്ഷേ മത്സരിക്കാൻ അവസരം കിട്ടിയില്ല. ഇനിയുള്ള അവരുടെ പ്രതീക്ഷ ബോർഡ് കോർപ്പറേഷനുകളിലായിരുന്നു. പക്ഷേ ബോർഡ് കോർപ്പറേഷൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ കോൺഗ്രസ് മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുന്നു. കോൺഗ്രസ്സിന് ഒരു തീരുമാനമെടുക്കണം എന്നുണ്ടെങ്കിൽ KPCCക്ക് ഒരു അധ്യക്ഷനുണ്ടാകണം. KPCCക്ക് ഒരു അധ്യക്ഷനെ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ AICC തീരുമാനിക്കണം. AICC ആകട്ടെ ഇപ്പോൾ വലിയ മൗനത്തിലുമാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി മുന്നോട്ട് പോകുമ്പോഴും മുന്നിൽ നിന്ന് മുഖ്യമന്ത്രി നയിച്ചു പോകുന്നു. അദ്ദേഹത്തിന് കൃത്യമായ പിന്തുണ നൽകാൻ കോൺഗ്രസ് ഇല്ല എന്നുള്ള പരാതി മറ്റൊരു സ്ഥലത്ത്. എന്തായാലും
പരസ്യമായി അല്ലെങ്കിൽ തന്നെയും പരോക്ഷമായി പരാതികൾ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ ഉയരുന്നുണ്ട്. ഇതൊക്കെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കന്മാർക്കുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ UDF യോഗം വളരെ വേഗത്തിൽ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് UDF-നകത്ത് തന്നെ പലതരത്തിലുള്ള ചർച്ചയ്ക്ക് വഴിവെക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല.